അല്ല, മരുമോളവിടെ? ഇതിപ്പോ മോൻ പെണ്ണ് കെട്ടി കൊടുത്തിട്ടും നിങ്ങളെന്നെ ഇപ്പൊ അടുക്കള ജോലിയൊക്കെ ചെയ്യണത്? ഏയ്, അങ്ങനൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒന്ന് ഞാൻ അടുക്കളയ്ക്ക് കയറ്റണ്ടാച്ചിട്ടാണ്. കുറച്ചൊക്കെ കണ്ട് കഴിഞ്ഞോട്ടെന്നും കരുതിയേ. ഉമ്മ, ആ മോളെ പറ്റിയതാ ഇമ്മാനോട് ഇപ്പൊ അതാ ഇത്ത പറഞ്ഞിട്ടുള്ളൂ. അല്ല, മോൾ ഈ നേരത്തെ തന്നെയാണോ മോളെ വീട്ടിൽ എണീക്കാറ്? ഏയ് അല്ല, ഞാനൊരു 10 മണിക്കാവും. ആ മോളെ, ഇമ്മണ്ടേ ചായ ടേബിളിൽ വെച്ചിട്ട് അതെടുത്ത് മോള് കുടിച്ചോ. പിന്നെ മോൻക്കും കൊടുക്കണേ. ആ ആ ഉമ്മ, ഞാനൊന്നേ പുറത്ത് പോകട്ടോ. ഞാൻ വർക്ക് ചെയ്തീന്നേ ഓഫീസിലൊന്നേ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 2 ദിവസം കൂടി ലീവ് നീട്ടി കിട്ടുമെന്നേ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചേടാ, 2 ദിവസം എന്തിനാ ആക്കണ മോള്? ഒരു മാസം ലീവ് എടുത്തോ. എല്ലത്താ. ആ ഇന്ന മോളെ ചെല്ല്. മോള് ചായ കുടിക്ക്, എന്നിട്ട് മോൻക്കും കൊടുക്ക്. മരുമോൾക്കേ തീരെ പിടിച്ചിട്ടില്ല തോന്നണേ ലീവ് നീട്ടാൻ പറഞ്ഞത്. ഏയ്, അങ്ങനൊന്നും ഇല്ല. അതൊക്കെ എനിക്ക് തോന്നണതാണ്. ആ ഇന്ന് ഞാൻ പോട്ടെ. വീട്ടിലെ ഒരുപാട് ജോലി കിടപ്പാണ്. ഞാൻ എന്നാ പിന്നെ വരാം. ആ ഇക്കപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പോവെന്ന് പറഞ്ഞാ പോവും. എന്താ മക്കളെ, എന്തെങ്ങൾക്കൊന്ന് ഒച്ച താത്തി സംസാരിച്ചാല് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പൊരക്കാരുള്ളതല്ലേ. ഒന്ന് പതുക്കെ വർത്താനം പറഞ്ഞൂടെ നിങ്ങക്ക്? അതുമ്മ, ഇവൾക്ക് ജോലിക്ക് പോണെന്നാ പറയുന്നത്. ഇവള് ജോലിക്ക് പോണതിന് ഇക്കൊരു പ്രശ്നമില്ല. പക്ഷെ പ്രസവം കഴിഞ്ഞു പോയിക്കോട്ടെ എന്നാ ഞാൻ പറയണത്. മോൻ പറഞ്ഞതിലും കാര്യമില്ലേ. ഇതിപ്പോ ഈ പ്രഗ്നന്റ് ആയിരിക്കണ സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ മോളെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനല്ല അതിന്റെ കേട്. പിന്നിപ്പോ മോള് ജോലിക്ക് പോയി കൊടുന്നിട്ട് വേണ്ടല്ലോപ്പ ഇവിടെ ഈ വീട് കഴിയാന്. പ്രസവം കഴിഞ്ഞാലും ഇപ്പൊ ജോലിക്ക് പോയിക്കൂടെ? പ്രസവം കഴിയണ വരെയുള്ള ഒരു കാര്യല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ല. അപ്പൊ മോൾക്ക് ജോലിക്ക് പോവാല. ഉമ്മ പറഞ്ഞതിന്റെ കാര്യത്തിൽ പൊരുൾ മനസ്സിലായില്ല എനിക്ക്? ഓന്റെ പിള്ളേരെ ഈ തല്ലുകൂടാതെ വേണം ഭക്ഷണം കഴിച്ച് എണീക്കാൻ നോക്കി. 24 മണിക്കൂറും ടേബിളും ഇരുന്നിട്ട് രണ്ടാളും തല്ലുകൂടണട്ടെ. എപ്പോ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടെങ്കിൽ അപ്പൊ രണ്ടാളും തല്ലു പിടിക്കണം. ഒരു നേരിന്റെ തൊളക്കൊരു ഒഴിവ് തരരുത് രണ്ടാളും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടേ ആ കഴിച്ച പാത്രം കഴുകിയേക്കണം കേട്ടോ. എണീക്കാൻ നോക്കി കഴിച്ചിട്ട്. ഇന്ന് മോനെ ജേ അവത്തേക്ക് പോകുമ്പോ ഇതാ പിള്ളേർക്ക് കൊണ്ട് കൊടുത്താളാം. ഇതാ പിള്ളേർക്ക് കൊടുന്ന വെച്ചാൽ മുട്ടായിയാണ്. ഒരു മുതൽ ആ പിള്ളേർക്ക് ഓള് കൊടുക്കൂല. പീപ്പല് വരും, അത് വരും, ഇത് വരും നനങ്ങാണ്ട് ഓരോ മുട്ട് ന്യായങ്ങളാണ് ഓൾക്ക്. ഓൾക്ക് ഇല്ലാത്ത മുട്ട് ന്യായങ്ങളൊന്നുമില്ല. അല്ലേലും ഓൾക്ക് പണ്ടത്തെ സ്വഭാവം ഒന്നല്ല. കുറച്ച് മുൻകോപവും മുൻചാട്ടവും കുറച്ച് എടുത്തുചാടലൊക്കെ കുറച്ച് കൂടുതലായിക്കണ് ഇപ്പൊ. ഏയ്, അതൊക്കെ ഉമ്മാക്ക് തോന്നണതാ ഉമ്മ. ഇക്കൊരു തോന്നലും ഇല്ല. ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞിന്ന്. കെട്ടി കൊടുന്നപ്പോ എന്തേന്ന് ഓള് മുണ്ടാൻ പൂച്ചേന്ന്. ഇപ്പൊ അങ്ങനെ ആ മോള് ഇവിടെ ഉമ്മർ തന്നെ ഉണ്ടോ? എല്ലാ ഉമ്മ ഇവിടെ? ആ ഉമ്മ അവിടെ അകത്തുണ്ടെത്താ. ഇത്താന്റെ മോളെന്താ കെട്ടിച്ചു വീട്ടുന്നേ പിണങ്ങി വന്നെന്ന് പറഞ്ഞ്? ഓ, അതൊന്നും പറയാതിരിക്കാണ് എന്റെ പെണ്ണെ നല്ലത്. കെട്ടിച്ച ബാധ്യത ഒക്കെ ഒഴിഞ്ഞിന്ന് കരുതിന്ന്. എവിടെ പെണ്ണ് കെട്ടിച്ചോടത്തുന്നേ 1 2 പറഞ്ഞിട്ടേ കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ വല്ല പഠിപ്പുണ്ടോ പെണ്ണിന്? എവിടെ പഠിപ്പ്? ആ 18 വയസ്സിലേ നല്ലൊരു കല്യാണം വന്നപ്പോൾ അവിടെ കെട്ടിച്ച് വിട്ടതല്ലേ. ഇനിയിപ്പോ വല്ല തുന്നലും പഠിക്കാൻ പറഞ്ഞിക്കാം ഞാൻ അവളോട്. അല്ലാപ്പൊ എന്ത് ചെയ്യാനാ? ആയ കാലത്തെ പഠിപ്പിക്കാൻ വിടാന്നുണ്ടെങ്കിലേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരൂലല്ലോ. അനക്കെന്താ മോളെ, അന്റെ പെണ്ണിനെ കൊണ്ടൊന്ന് അടുപ്പിച്ചാല് ഇന്നല്ലെങ്കിൽ നാളെയും ഓള് ഇതൊക്കെ ചെയ്ത് പഠിക്കണ്ടതന്നെയല്ലേ. ഇതേ ഇത്താ എന്നെ കെട്ടി കൊടുന്ന മുതൽക്കേ ഇത്ത ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇക്ക് ഇനി ഒരു ഉപദേശം വേണ്ട. ഇക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഉപദേശം കൊണ്ടും അല്ലേ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഇടക്കും തലക്കൊക്കെ എൻ്റെ അമ്മായിമാനൊന്ന് കാണാൻ വരുന്നുണ്ട്. അതപ്പോ അത്ര വലിയ തെറ്റ്?
ആ ഉമ്മ ഇക്കേ ഒരു ഷോപ്പിൽ ജോലി ശരിയായിട്ടുണ്ട്. പണ്ട് ഏതായാലും വർക്ക് ചെയ്തിന്ന് കൊടുത്ത് എനിക്കിപ്പോ വർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ, കൊല്ലം കുറെ ആയില്ലേ. നാളെ മുതലേ ഞാൻ ആ ഷോപ്പിക്ക് ജോലിക്ക് കയറും. ഇതാപ്പൊ നന്നായത്, ഇതിപ്പോ ജോലിക്ക് പോവുക. ഇത് ജോലിക്ക് പോണ്ടാന്നൊന്നും ഞാൻ പറയില്ല. പിള്ളേരൊക്കെ ഒന്നും കൂടി കുറച്ച് വലുതായിട്ട് പോയ പോരാ എനിക്ക് ജോലിക്ക്. പിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നേ മുതൽക്കേ ഞാൻ കേൾക്കണാണ് ഉമ്മാന്റെ ഈ അടവ്. ആദ്യം പറഞ്ഞ് ഒരു മാസം ലീവ് എടുക്കാൻ, പിന്നെ പ്രഗ്നന്റ് ആയപ്പോ പറഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട് പോവാന്ന്. ഡെലിവറി കഴിഞ്ഞപ്പോ പറഞ്ഞ് മോളെ പാലൂടി മാറ്റിയിട്ട് പോവാന്നുള്ളത്. മോളെ പാലൂടി മാറ്റി കഴിഞ്ഞപ്പോത്തിന് മോനും പ്രഗ്നന്റ് ആയി. അപ്പൊ പിന്നെ ആ പേരും പറഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറഞ്ഞ് പിള്ളേർ ഒന്നും കൂടി വലുതായിട്ട് പോയാൽ പോരേന്നുള്ളത്. എന്നും ഓരോ കാരണങ്ങളാണ് ഉമ്മക്ക് ജോലിക്ക് പോണ കൂട്ടം പറയുമ്പോൾ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ പെണ്ണിന്റെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ്. അവൾക്ക് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനേ ഒരു വോയിസും ഇല്ല. എന്നിട്ടോ പെണ്ണോട് അവസാനം ഒരു ചോദ്യം ഉണ്ട്, അനക്ക് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കാനേ എന്നോട് ആരെങ്കിലും പറഞ്ഞിനോന്നുള്ളത്. ഇനിയിപ്പോ കുറച്ചു കാലേ പേരക്കുട്ടികളെ ഇമ്മിയും നോക്കി. ഉമ്മാക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, വലിയമാക്ക് നോക്കാം പേരക്കുട്ടികളെ. ഞാൻ ഏതായാലും നാളെ മുതൽ ജോലിക്ക് പോകും. ഇതാപ്പ നന്നായത്.